ബിഗ് ബോസിൽ ഇപ്പോൾ പൂർവ്വ അധികാരമുള്ള രണ്ട് സ്വേച്ഛാധിപതികളുണ്ട്. ഇവരുടെ അടിമകളുടെ കൂട്ടത്തിൽ രേണുവില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊട്ടാര നർത്തകിയായിട്ട് രേണുവിനെ നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ ലൈവിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കൊട്ടാര നർത്തകിയായിട്ടുള്ള രേണു തന്നെയാണ്. അല്പസമയം മുൻപ് രേണുവിന്റെ നൃത്തമാണ് ബിഗ് ബോസ് ലൈവിൽ എടുത്തു കാണിച്ചത്. കൊട്ടാര നർത്തകിയായിട്ടാണ് ചാർജ് എടുത്തിരിക്കുന്നത്. നിവിൻ ഉണ്ടാക്കിയ നാടകത്തിൽ രേണുവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. രേണു അടിമയുമല്ല. ഇത് രേണുവിന്റെ സ്വന്തം തീരുമാനം തന്നെയാണ്. അതായത് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് രേണു ആഗ്രഹിക്കുന്നുണ്ട്. പലരും ഇപ്പോൾ രേണു സുധി ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്താറുണ്ട്. അതിന്റെ പേരിൽ തന്നെ എപ്പോഴും നോമിനേഷൻ പ്രക്രിയയിലും രേണുവിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആക്റ്റീവ് ആകണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രേണു കൊട്ടാര നർത്തകിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. കൊട്ടാര നർത്തകി ആയിക്കൊണ്ട് നെവിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് നൃത്തം കളിക്കുന്ന രേണുവിനെയാണ് ലൈവിൽ പ്രധാനമായിട്ടും ബിഗ് ബോസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബറാണ് രേണുവിന് ഒപ്പം നിൽക്കുന്നത്. അക്ബറിന്റെ പാട്ടിനാണ് രേണു സുധി താളം പിടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇരുവരും നല്ല കോംബോ തന്നെയായിട്ട് മുന്നേറുന്നുണ്ട്. അക്ബർ നല്ലൊരു ഗായകനാണ്. അക്ബറിന്റെ പാട്ടിനൊത്ത് നൃത്തം കളിക്കുന്ന രേണുവും വലിയ രീതിയിൽ തന്നെ ഹൈലൈറ്റ് ആകുന്നുണ്ട്. പിന്നെ സ്വന്തം പാട്ടിനനുസരിച്ചും രേണു നൃത്തം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രേണു ഒരു പാട്ടുകാരിയാണെന്നും നർത്തകിയാണ് എന്നും പ്രേക്ഷകരൊക്കെ തന്നെ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെയായിട്ടും രേണു അവിടെ ഉണ്ട് എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അത്രയും ആക്റ്റീവ് അല്ലാത്ത രീതിയിലായിരുന്നു രേണു സുധി പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നത്. ഇപ്പോഴിതാ എന്തായാലും വലിയ രീതിയിൽ തന്നെ ആക്റ്റീവ് ആകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് രേണു സുധി. സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാനും രേണു സുധി ശ്രമിക്കുന്നുണ്ട്. വളരെ രസകരമായി തന്നെ നമ്മുടെ നെവിനോട് രേണു സുധി പറയുന്നുണ്ട്, താഴ്ന്നു കിടക്കുന്ന അങ്ങയെ ഞാൻ സന്തോഷിപ്പിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് പണം വേണം, പൈസ വേണം, പണക്കായി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നെവിന്റെ പിറകെ നടക്കുകയാണ് രേണു സുധി. സത്യം പറഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ ലൈവിൽ ഇപ്പോൾ രേണു സുധി അരങ്ങേറുന്നത്. എന്തായാലും രേണു സുധിയുടെ ഇപ്രാവശ്യത്തെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.